നമ്മുടെ വിജയൻ സഖാവിൻ്റെ കാര്യം കുറച്ച് ഷൽഗവ്യത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച പരാജയമുണ്ടായി. പരാജയത്തിൻ്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പാർട്ടി കമ്മിറ്റികൾ പലതും വിലയിരുത്തി. ചിലരെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദവും സൂചിപ്പിക്കാൻ മറന്നില്ല. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും മറ്റ് പല നേതൃത്വങ്ങളും ഈ പരാജയം എന്തുകൊണ്ടുണ്ടായി എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഗഹനമായ പഠനങ്ങളും വിശകലനങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ തയ്യാറായിട്ടിരിക്കുക. അതിന് പുറമെയാണ് ഈ എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ പി.വി. അൻവർ ആരോപണം ഉന്നയിച്ചു. മധ്യേ വൃശ്ചിക ദംശനം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് തന്മധ്യേ ഭൂതാവേശം എന്ന് പറഞ്ഞ രീതിയിൽ അടുത്ത സാധനം വരുന്നത്. അതെന്താ വെച്ചാൽ ഈ RSS ബന്ധമാണ്. RSS നേതാവിനെ ADGP നേരിട്ട് പോയി കണ്ടു എന്ന രീതിയിലുള്ള ആരോപണം VD സതീശൻ ഉന്നയിക്കുന്നു. മനോരമ അത് സ്ഥിരീകരിക്കുന്നു. അവസാനം നിവൃത്തിയില്ലാതെ ഗതിയും ഗത്യന്തരവും ഇല്ലാതെ അജിത് കുമാർ തന്നെ സമ്മതിക്കും. അജിത് കുമാർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് കാണാൻ പോയത്, അതിന് മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്നൊക്കെ പാർട്ടി സഖാക്കളും ചില സിൽബന്ധികളൊക്കെ പറയണ്ടെങ്കിലും ആരും തന്നെ ശക്തമായിട്ട് ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട സഖാവിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. ഈ സമ്മേളനങ്ങൾ കഴിയണവരെ പുള്ളി മുഖ്യമന്ത്രി സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കുമോ, അതോ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തി വിശ്രമ ജീവിതത്തിലേക്ക് വാനപ്രസ്ഥത്തിലേക്കോ സന്യാസത്തിലേക്കോ പോകുമോ എന്ന് മാത്രമേ നോക്കാൻ ബാക്കിയുള്ളൂ. എതിരാളികൾ ഒട്ടും നിസ്സാരക്കാരൊന്നുമല്ല. അവർ നേരത്തെ തന്നെ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കൃത്യമായ ആസൂത്രണമുണ്ട്, ഗൂഢാലോചനയുണ്ട്. ഇദ്ദേഹത്തെ താഴെ ഇറക്കിയേ തീരൂ എന്ന വാശിയോടുകൂടി ചില മൂലധന ശക്തികളും രംഗത്തുണ്ട്. ഞാനിവിടെ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. അതൊക്കെ പലതവണ പറഞ്ഞാണ്, ഇനിയും പ്രാവശ്യം പറയാനുള്ളതാണ്. ഈ പതനത്തിന് നമ്മുടെ കരുണാകരൻ സാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കത്തോടുള്ള സാദൃശ്യം ചൂണ്ടിക്കാണിക്കാനാണ്. കരുണാകരനും വളരെ പ്രബലനായിരുന്നു. 1967 കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കരുണാകരൻ. 67 മുതൽക്ക് അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു. 71 അദ്ദേഹം മന്ത്രിയായി, ആഭ്യന്തര വകുപ്പായിരുന്നു. 77 മുഖ്യമന്ത്രിയായി. കുറച്ച് ദിവസത്തിന് ശേഷം രാജിവെക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പവറിന് കുറവൊന്നും സംഭവിച്ചില്ല. 82 വീണ്ടും മുഖ്യമന്ത്രിയായി. 5 കൊല്ലം തികച്ച് ഭരിച്ചു. 87 പ്രതിപക്ഷ നേതാവായി. 91 അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വന്നു. അപ്പോഴത്തേക്കും രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളായിട്ട് മാറി. എന്ന് മാത്രമല്ല, 91 PV നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പങ്ക് വഹിച്ചത് കരുണാകരനാണ്. അന്ന് കരുണാകരനും കാറപ്പനയ്യ മൂപ്പനാരും വിജയഭാസ്കർ റെഡ്ഡിയും മറിച്ചാണ് വിചാരിച്ചതെങ്കിൽ ശരത് പവാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമായിരുന്നു. നെഹ്റു ഗാന്ധി ഫാമിലിയൊന്നും പിന്നെ രാഷ്ട്രീയത്തിലേക്ക് കാണുമായിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചില്ല. കരുണാകരനും നരസിംഹത്തിനോടായിരുന്നു താല്പര്യം. മൂപ്പനാരും പിന്തുണച്ചു. അങ്ങനെ റാവു പ്രധാനമന്ത്രി. അപ്പോൾ സംസ്ഥാനത്തും കേന്ദ്രത്തിലുമൊക്കെ കരുണാകരൻ വളരെ ശക്തനാണ്. പക്ഷേ കരുണാകരൻ്റെ പതനം അവിടെ നിന്ന് തന്നെ ആരംഭിച്ചു. കരുണാകരന് പറ്റിയത് ഒന്ന്, കാറപടത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ക്ഷമത വല്ലാതെ കുറഞ്ഞു. ആൾ ശാരീരികമായിട്ട് വീക്കായാൽ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും വീക്കാവും. അതിൻ്റെ പുറകെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി കല്യാണിക്കുട്ടിയമ്മ മരിച്ചു. കല്യാണിക്കുട്ടിയമ്മയുടെ മരണം കരുണാകരനെ മാനസികമായിട്ട് തളർത്തി. അതിനും ഏതാണ്ട് അതേ സമയത്ത് തന്നെ മകനും മകളും തമ്മിൽ ഭയങ്കര വഴക്കായി. ആര് എവിടെ കൈയിട്ട് വരണം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു തർക്കം. അന്നോട്ട് ഇന്നേ ദിവസം വരെ പത്മജയും മുരളിയും തമ്മിൽ ശരിയായ രീതിയിലുള്ളൊരു സഹോദര ബന്ധം ഉണ്ടായിട്ടില്ല. ഇവർ പലപ്പോഴും സ്നേഹം അഭിനയിക്കും, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ചിരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും വളരെ ശിഥിലമായ ബന്ധമാണ് സഹോദരി സഹോദരന്മാർ തമ്മിലുണ്ട്. ഇത് മൂപ്പലാനെ ക്ഷീണിപ്പിച്ചു. അതിലുപരി ഇദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യന്മാരായിട്ട് നടന്നത് ചില നേതാക്കന്മാർ, അവരുടെ പേരിപ്പോൾ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവരിൽ പലരും പുള്ളിയുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ വലിയ സ്വാതന്ത്ര്യമുള്ളവരാണ്. ലീഡറിനൊപ്പം ആഹാരം കഴിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ ഇലയിൽ നിന്ന് ഈ പപ്പടം പൊട്ടിച്ച് തരുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തിരുത്തൽവാദികളായിട്ട് മാറി. കാരണം കരുണാകരൻ സ്വന്തം മകനെ ഉയർത്തിക്കൊണ്ടുവരും, ഇവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും എന്ന ഭയം. അങ്ങനെ മുരളീധരനെ ചൊല്ലിയാണ് സത്യത്തിൽ തിരുത്തൽവാദം ഉണ്ടായത്. തിരുത്തൽവാദം ശരിയോ തെറ്റെന്നുള്ള വേറെ കാര്യം. അതിനുശേഷമാണ് ഈ ഉമ്മൻചാണ്ടി നിയമസഭ മന്ത്രിസ്ഥാനം രാജിവെച്ച് കരുണാകരൻ്റെ നേതൃത്വം മാറണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. 8-9 മാസം കൊണ്ട് മനോരമ പത്രം അടക്കമുള്ള ആളുകളൊക്കെ മറുകണ്ഠം ചാടുന്നു. അതുവരെ ലീഡറെ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന ആളുകൾ
പുള്ളിയുടെ മുണ്ടിൻ്റെ കോന്തലയിലും കോണകത്തിൻ്റെ വാലിലും ഒക്കെ പിടിച്ചുകൊണ്ട് കിടന്ന ആൾക്കാരൊക്കെ പുള്ളിയുടെ വിരുദ്ധന്മാരായിട്ട് മാറി. ആ കൃത്യസമയത്ത് നല്ല മുഹൂർത്തത്തിൽ എന്ത് ചെയ്തു, നമ്മുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ, അതുവരെ ലീഡർ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ച് കൊണ്ടെടുക്കരുത്, ലീഗ് ചോദിച്ചതും ചോദിക്കാത്തതും കൊടുക്കരുത്. പുള്ളിയുടെ സമയത്താണ് ലീഗിന് 3-ാം മന്ത്രി ഉണ്ടായതും 4-ാം മന്ത്രി ഉണ്ടായത്. അങ്ങനെ പ്രീണിപ്പിച്ച് കൊണ്ടെടുക്കരുത്. അതിന് പുറമെയാണ് ലീഗുകാർ ചോദിക്കാതെ ഈ രാജ്യസഭാ സീറ്റ് അവർ കൊടുത്തു. ലീഗ് ചോദിച്ചില്ല, ലീഗിന് വിളിച്ചു വരുത്തി, ഇതാ ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ട്, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് കരുണാകരൻ. ആ കരുണാകരൻ്റെ നേതൃത്വം മാറണം എന്ന് ലീഗ് ആവശ്യപ്പെട്ടു. കെ എം മാണി ആവശ്യപ്പെട്ടു, ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടു, ടി എൻ ജേക്കബ് വരെ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിലെ കരുണാകരൻ ഗ്രൂപ്പായിരുന്നു ടി എൻ ജേക്കബ്. അദ്ദേഹം വരെ കരുണാകരൻ മാറണം, കരുണാകരൻ മാറിയാലേ യു ഡി എഫിൻ്റെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കരുണാകരൻ രാജിവെക്കേണ്ടു. അപ്പോൾ നിങ്ങൾ നോക്കി നരസിംഹറാവു എന്ത് ചെയ്തു? നരസിംഹറാവുവും അതിന് സപ്പോർട്ട്. നരസിംഹം നോക്കിയപ്പോൾ കരുണാകരൻ്റെ കെയർ ഓഫിൽ പ്രധാനമന്ത്രിയായ ആൾ എന്ന ഒരു ഇത് വേണ്ട, അങ്ങനെ ഒരു ചീത്തപ്പേര് വേണ്ട, കരുണാകരനിട്ട് പണി കൊടുക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റും എന്ന് റാവു വിചാരിച്ചു. അങ്ങനെ നേതൃമാറ്റമുണ്ടായി. എ കെ ആന്റണി മുഖ്യമന്ത്രി. ഇനി പിണറായി വിജയൻ്റെ സ്ഥിതി നോക്കുക. പിണറായി വിജയനും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ വന്ന ആളാണ്. 96 അദ്ദേഹം നേരത്തെ MLA ഒക്കെ ആയിരുന്നു. 96 വീണ്ടും നിയമസഭയിലെത്തുന്നു, വിദ്യുത് ശക്തി മന്ത്രിയാവുന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സെക്രട്ടറി എന്ന പദവിയിലെത്തുന്നു. സമീപകാലത്ത് അദ്ദേഹത്തോളം ചെറുപ്രായത്തിൽ പാർട്ടി സെക്രട്ടറി ആയ ഒരാളുമില്ല. പാർട്ടി സെക്രട്ടറി ആയി വെറുതെ ഇരിക്കുകയല്ല, പണ്ട് അച്യുതാനന്ദൻ ഇരുന്ന പോലെയോ പിന്നെ നയനാർ ഇരുന്ന പോലെയോ അല്ലെങ്കിൽ CH കണാരൻ ഇരുന്ന പോലെയോ അല്ല, വളരെ ശക്തനായ സെക്രട്ടറിയായിട്ട് മാറി. സെക്രട്ടറിയുടെ അധികാരം ഉപയോഗിച്ച് പുള്ളി കൈരളി ചാനലുണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ഗൾഫിൽ പോയി അവിടെയുള്ള എല്ലാ മുതലാളിമാരുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കും. അതിനാണ് ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്നത്. അങ്ങനെ മുതലാളിമാരൊക്കെ മച്ചമ്പിമാരും ചങ്ങാതിമാരുമായി. അതിനുശേഷം പാർട്ടിയിലെ തലമുതിർന്ന നേതാവായ അച്യുതാനന്ദനുമായിട്ട് വലിയ യുദ്ധം തുടങ്ങി. അച്ചുവിനെ മലപ്പുറത്ത് വെട്ടി നിർത്തി. മുഖ്യമന്ത്രി ആകുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചു, പക്ഷേ അത് വിജയിച്ചില്ല. ഇത് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ പരമാവധി ഇടംകൊലിട്ടു. അപ്പോഴും മന്ത്രിമാരെയൊക്കെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചേർന്ന് വിജയനായിരുന്നു. പരസ്യമായ വഴക്കായി. 2011 വീണ്ടും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി പോയേക്കുമായിരുന്നു. അത് തടയാൻ വേണ്ടിയിട്ട് പല വിധികളും പയറ്റി. അങ്ങനെ 2 ആളുടെ കുറവ് കൊണ്ട് മന്ത്രിസഭ ഉണ്ടായില്ല. 2016 അച്യുതാനന്ദനെ തന്നെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി വിജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയെ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു. ആ സ്ഥാനം പിടിച്ചു. അങ്ങനെ ഇപ്പോൾ പാർട്ടിയിലും ഭരണത്തിലും ഒക്കെ സർവ്വശക്തനാണ്. പണ്ട് കരുണാകരൻ ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അധികാരത്തിലാണ് വിജയൻ സഖാവിരിക്കുന്നത്. കരുണാകരന് ലീഗിൻ്റെ പിന്തുണയായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് പാർട്ടിക്ക് അകത്തുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും പിന്തുണ വളരെ ശക്തമായിട്ടുണ്ട്. അങ്ങനെ ആ ധൈര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുന്നതൊന്നും പുതിയ കാര്യമല്ല. LDFിനെ സംബന്ധിച്ചു, CPMനെ സംബന്ധിച്ചുള്ളൂ. 1977 ഒരു സീറ്റ് പോലും കിട്ടിയില്ല. 84 3 സീറ്റേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് 87 4 സീറ്റേ കിട്ടിയുള്ളൂ. 91 ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു. 4 5 സീറ്റ്, 4 സീറ്റേ കിട്ടിയുള്ളൂ. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ പരാജയം ഉണ്ടായി. 19 സീറ്റ് തോറ്റു, 1 സീറ്റേ ജയിച്ചു. 1 സീറ്റ് തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അന്നൊക്കെ പാർട്ടിക്കകത്ത് സെക്രട്ടറിമാരോ അല്ലെങ്കിൽ പാർട്ടി നായകന്മാരോ ആരും വ്യക്തിപരമായ ഒരു ആരോപണത്തിനും ആക്ഷേപത്തിനും വിധേയരായില്ല. ജനങ്ങൾക്ക് തെറ്റുപറ്റി, പാർട്ടിയുടെ നിലപാട് ശരിയായിരുന്നു എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ എക്കാലത്തെ സമീപനം. ഇപ്പോൾ അത് പോയി. ഭരണപരാജയം കൊണ്ടാണ് തിരിച്ചടി ഉണ്ടായത് എന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് തൊട്ട് സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള എല്ലാ ഘടകങ്ങളും തീരുമാനിച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആരോഗ്യം ക്ഷയിച്ചു. പുള്ളിക്ക് പ്രായമായി, അനാരോഗ്യം നല്ലോണമുണ്ട്. 6 മാസം കൂടുമ്പോൾ ബയോ ക്ലിനിക്കിൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടി പോകുന്നുണ്ട്. മൂപ്പർക്ക് വയ്യാതെ കരുണാകരൻ്റെ അവസ്ഥയിലെത്തി. കരുണാകരൻ ആക്സിഡൻറ്റിന് ശേഷമാണ്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം വല്ലാതെ ക്ഷയിച്ചു. നടക്കാൻ ബുദ്ധിമുട്ടാണ്. നടക്കുമ്പോൾ ഒരു ചെറിയ വളവ് കണ്ടല്ലേ, ഇതുകൊണ്ടാണ്. പുള്ളി വളരെ പെട്ടെന്ന് കോപാകുലനാണെന്ന് നിങ്ങൾ കണ്ടല്ലേ, അതെന്തുകൊണ്ടാണ്? സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയും മനപ്രയാസമാണ്. പിന്നെ നമ്മളെ സേവിക്കണം എന്നുള്ള ഒറ്റ താല്പര്യം കൊണ്ടാണ് മൂപ്പര് ത്യാഗം സഹിച്ച് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത്. അതിന് പുറമെ ജനപിന്തുണ നഷ്ടപ്പെട്ടു. ഭരണവൈകല്യം, ഭരിക്കാനറിയാവുന്ന ഒറ്റ കുഞ്ഞും മന്ത്രിസഭയിലില്ല.
ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ നമുക്ക് തോന്നും മറ്റേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭേദം. വിദ്യാഭ്യാസ മന്ത്രിയെ കാണുമ്പോൾ തോന്നുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഓരോ മന്ത്രിയെ കാണുമ്പോഴും നമ്മൾ മറ്റേ മന്ത്രിമാരെ കുറിച്ച് ഓർക്കും. അങ്ങനെ ചിന്തോദ്ദീപകമാണ് ഓരോ മന്ത്രി. ഇപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർക്കറിയാം, മെമ്പർമാർക്കറിയാം, അനുയാത്ര നടത്തുന്നവർക്കറിയാം, സഹയാത്രികർക്കറിയാം, എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തെ വച്ചുകൊണ്ട് ഇനി അധികം നാളൊന്നും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. പുള്ളിക്ക് ഉണ്ട് എന്ന് പുള്ളി വിചാരിക്കുന്ന ശക്തി, ശാരീരിക ക്ഷമത, നേതൃത്വ ഗുണം ഒന്നും ഇപ്പോഴില്ല. ആ സമയം നോക്കിയിട്ട് എന്ത് ചെയ്തു? പഴയ ജൂലിയസ് സീസർ നാടകത്തിലെ ഗൂഢാലോചനക്കാർ വരുന്ന പോലെ സിന്ന, കാഷ്യസ്, ബ്രൂട്ടസ് എല്ലാവരും ഒത്തുചേരുകയാണ്. എല്ലാവരും പുറകിൽ പിടിച്ചിട്ടുള്ളത് കത്തിയാണ്, കഠാരിയാണ്, വാളാണ്. ഓരോരുത്തരും അദ്ദേഹത്തെ കൂത്തും. ഇവിടെ PV അൻവർ ഒരു കൂലിത്തല്ലുകാരനായിട്ട് വന്നു എന്ന് മാത്രമേ. അതിൻ്റെ പുറകിൽ വലിയ ആസൂത്രണമുണ്ട്, ഗൂഢാലോചനയുണ്ട്, ഇദ്ദേഹത്തെ തട്ടിയേ തീരൂ എന്ന വാശിയുണ്ട്. അതിന് പിന്തുണ നൽകാനായിട്ട് ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറേ മുതലാളിമാരുണ്ട്. ഇതുവരെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഓച്ചാനിച്ച് നിന്നവരാണ്. ഇദ്ദേഹത്തെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ചവരാണ്, വിഹിതമായിട്ടും അവിഹിതമായിട്ടും ചെയ്യിച്ചവരാണ്. ഈ നേതാക്കന്മാരൊക്കെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചവരാണ്, കാരണഭൂതൻ എന്ന് വിളിച്ചവരാണ്, പിണറായി ഡാ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടവരാണ്. അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ചോരയാണ്. കേരളത്തെ സംഘപരിവാറിന് അടിയറ വച്ച വഞ്ചകനായ പിണറായി വിജയൻ എന്ന് മുദ്രയടിച്ച് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. കരുണാകരൻ്റെ കാര്യത്തിൽ ഇത് ചാരക്കേസായിരുന്നു. അന്ന് ചാരക്കരുണാകരൻ എന്ന് വിളിച്ച് കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയത്. ചാരവൃത്തി കേസ് കോൺഗ്രസിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും യശസ് കെടുത്തി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയാണ്. ഇപ്പോൾ അത് തന്നെ വേറൊരു രീതിയിൽ ആവർത്തിക്കുകയാണ്. ഇതാണ് പറയുക ചരിത്രം ആവർത്തിക്കും എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ശരിയായിക്കൊണ്ടിരിക്കണം. കരുണാകരൻ്റെ അവസാന ദിവസങ്ങൾ, മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്. 1995 കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷമുള്ള കാലം. അങ്ങനെ കരുണാകരനെ അപമാനിച്ച് വിട്ടത് കോൺഗ്രസ്സുകാരായിരുന്നെങ്കിൽ ഇവിടെ പിണറായി വിജയനെ ആക്ഷേപിച്ച് അവഹേളിച്ച് ഈ സ്ഥാനത്ത് നിന്ന് ചവിട്ടി പുറത്താക്കാൻ വന്നിട്ടുള്ളത് പാർട്ടിക്കാർ തന്നെയാണ്. ഇതിൽ എന്താണ്, അരങ്ങിന് പുറത്തുള്ളവരുണ്ട്, ഈ തിരശ്ശീലയ്ക്ക് പുറകിലുള്ളവരുണ്ട്, അവിടെ നിന്ന് ചരട് വലിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നവരുണ്ട്. ഏതായാലും സമാനതകളില്ലാത്ത ഒരു പതനത്തിലേക്കാണ് കാരണഭൂതൻ കൂപ്പുകുത്തുന്നത്. സഹതപിക്കാൻ മാത്രമേ ഈ സമയത്ത് സാധിക്കൂ. വേറെ ഒന്നും പറയാനില്ല. വിപ്ലവം ജയിക്കട്ടെ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.